ചെരുപ്പിന്റെ വള്ളി പൊട്ടിയതിനാൽ കാല് മുടന്തി നടന്ന ഒരു സാധാരണക്കാരനെ പോക്കറ്റടിക്കാരനാണെന്ന് പറഞ്ഞ് പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് അവന്റെ 2 കാലും തല്ലിയൊടിച്ച ശേഷം 50 ദിവസം കഴിഞ്ഞ് അവന് പോലീസ് തന്നെ ഒരു വീൽചെയർ സമ്മാനിക്കുമ്പോൾ ആഹാ, പോലീസിന്റെ സഹാനുഭൂതിയിലും രാജ്യസ്നേഹത്തിലും എന്തിന് കാലൊടിഞ്ഞവന്റെ ത്യാഗത്തിലും നിങ്ങൾ ആഹ്ലാദിപ്പിൻ എന്ന് പറയുന്നവരെ എന്ത് പറയാൻ? കാലൊടിച്ചാൽ എന്താ, വീൽചെയറിൽ നടക്കാമല്ലോ എന്ന് പറയുന്നവരുടെ ക്യാഷ്ലെസ് സമ്പദ് വ്യവസ്ഥയിൽ സാധാരണക്കാരൻ എന്തു ചെയ്യും? പ്രധാനമന്ത്രിയുടെ വാക്കും കേട്ട് 50-ാം ദിവസവും നിരാശരായിരിക്കുന്ന സാധാരണ ജനത്തിന്റെ ദുഃഖം ഇനിയെങ്കിലും പ്രധാനമന്ത്രി മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇതായിരുന്നു മുൻപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. കാണുമ്പോൾ ചില വൃത്തികേടുകളൊക്കെ തോന്നുമെങ്കിലും എന്നാൽ അത് നന്നാക്കാൻ ദീർഘവീക്ഷണമോ പ്രായോഗിക ബുദ്ധിയോ ഇല്ലാതെ എടുത്ത തീരുമാനം 55 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിക്കുകയാണ്. നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സർജിക്കൽ അറ്റാക്ക് പ്രഖ്യാപിച്ചത്. കറൻസിയുടെ 75% വരുന്ന 500-1000 നോട്ടുകൾ കള്ളപ്പണക്കാരെ വീഴ്ത്താൻ വേണ്ടി പിൻവലിക്കുന്നു. രാജ്യത്തെ എല്ലാ കള്ളപ്പണക്കാരും വിദേശത്തെ കള്ളനോട്ട് ഭീകര സംഘടനകളും ഈ സർജിക്കൽ സ്ട്രൈക്കിൽ തകർന്നു വീഴും. സാധാരണക്കാരായ ജനങ്ങൾക്ക് തൽക്കാലം നോട്ട് പിൻവലിക്കൽ മൂലം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ആരും വിഷമിക്കേണ്ട. കള്ളപ്പണം ബാങ്കിലെത്താതെ ദേശദ്രോഹികൾ കുടുങ്ങുന്നതോടെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി പരിഹരിക്കപ്പെടും. In this movement for purifying our country, will our people not put up with difficulties for some days? Have full confidence that every citizen will stand up and participate in this Mahayagna. Naya paisa illa kailoru naya paisa illa. പാവം ജനങ്ങൾ ഇതെല്ലാം വിശ്വസിച്ചു. 15.4 ലക്ഷം കോടി രൂപയ്ക്കുള്ള 500-ന്റെയും 1000-ന്റെയും കറൻസികളാണ് പ്രധാനമന്ത്രി ഒറ്റ രാത്രി കൊണ്ട് അസാധുവാക്കിയത്. ഇതിൽ 3 മുതൽ 5 ലക്ഷം കോടി രൂപയോളം ബാങ്കിൽ തിരിച്ചെത്തില്ലെന്നായിരുന്നു പ്രധാനമന്ത്രി ജനങ്ങളെ വിശ്വസിപ്പിച്ചത്. 20 മുതൽ 30% കറൻസി കള്ളപ്പണമായതിനാൽ തിരികെ വരില്ലെന്ന വിശ്വാസത്തിലായിരുന്നു മോദിയുടെ ന്യായീകരണ തൊഴിലാളി സംഘത്തിന്റെയും വിലയിരുത്തൽ. അവർ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു: തോമസ് ഐസക് പറഞ്ഞ കാര്യം നടക്കാൻ പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മിനിമം ഏത് സാമ്പത്തിക വിരോധമുള്ള ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോലും പറയുന്നു മിനിമം 3 ലക്ഷം കോടി. ഞാൻ 4 ലക്ഷം കോടിയാണ് പ്രവചിക്കുന്നത്. പക്ഷേ 3 ലക്ഷം കോടി രൂപയുടെ മിനിമം കുറവ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരെയും വെല്ലുവിളിച്ചു. 50 ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് തർക്കിച്ചു. 50 ദിവസത്തിനുള്ളിൽ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞു. 2 മാസം കഴിയുമ്പോൾ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ ഓട്ടോറിക്ഷക്കാരന്. എന്നാൽ ATM-കൾ കാലിയായി തുടരുന്നു. ബാങ്കിൽ കിടക്കുന്ന കാശ് എടുക്കാൻ വയ്യാത്ത അവസ്ഥ. ജനം പൊറുതിമുട്ടിയപ്പോൾ പ്രധാനമന്ത്രി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: കള്ളപ്പണത്തിനെതിരായ പോരാട്ടത്തിൽ ത്യാഗനിർഭരമായ മനസ്സാണ് ജനങ്ങൾ കാണിച്ചത്. സത്യസന്ധരായ ജനങ്ങൾക്കും വലിയ പ്രയാസം നേരിട്ടു. എല്ലാം 2017 ജനുവരി 1 പരിഹരിക്കപ്പെടും. कैसे लोग मेरे खिलाफ हो जाएंगे मैं जानता हूं. 70 साल का उनका मैं लूट रहा हूं. मुझे जिंदा नहीं छोड़ेंगे, मुझे बर्बाद करके रहेंगे. उनको जो करना है करे. 50 साल भाइयों बहनों, 50 दिन मेरी मदद करे. देश 50 दिन मेरी मदद करे. जोर से तालियों के साथ मेरी इस बात को स्वीकार कीजिए. രാത്രിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രിയുടെ പരിഷ്കാരം വിജയിപ്പിക്കാൻ റിസർവ് ബാങ്ക് പിന്നീട് ദിവസം തോറും പ്രഖ്യാപനങ്ങൾ നടത്തി. കയ്യിൽ കാശുള്ളവർ കാത്തിരിക്കൂ. എല്ലാവരും കാത്തിരുന്നു. പ്രധാനമന്ത്രി ഡിസംബർ 31 വീണ്ടും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. തന്റെ ഭരണപരിഷ്കാരത്തിന്റെ ബാക്കി പത്രത്തെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകാതെ ഗർഭിണികൾക്ക് 6000 രൂപയും കർഷകർക്ക് പലിശയിളവും നൽകുമെന്ന് പ്രഖ്യാപിച്ച് പുതുവത്സരാശംസ നേർന്നു. सभी 650 से ज्यादा जिलों में सरकार गर्भवती महिलाओं को अस्पताल में पंजीकरण और डिलीवरी, टीकाकरण और पौष्टिक आहार के लिए 6,000 रुपये की आर्थिक मदद करेगी. പ്രിയ പ്രധാനമന്ത്രി,
അങ്ങ് പരിഷ്കാരം നടത്തിയപ്പോൾ സാധാരണക്കാർക്ക് ആശ്രയമായിരുന്ന സഹകരണ മേഖല കൂടി തകർന്നു. നോട്ട് നിരോധനമെന്ന സർജിക്കൽ അറ്റാക്കിലൂടെ ബാങ്കുകളിലേക്ക് വരാതെ മരവിച്ചുപോയ ലക്ഷക്കണക്കിന് രൂപയുടെയും കള്ളപ്പണത്തിന്റെയും കണക്കും ഗത്യന്തരമില്ലാതെ ചെറുകിട കള്ളപ്പണക്കാർ ബാങ്കുകളിൽ നിക്ഷേപിച്ചതിലൂടെ നികുതി ഇനത്തിൽ ലഭ്യമായ വൻതുകയുടെ കണക്കും രാജ്യത്തു നിന്ന് ഇല്ലാതായ കള്ളനോട്ടിന്റെ കണക്കും അതോടെ പട്ടിണിയിലായ ഭീകരരുടെ ദയനീയ സ്ഥിതിയുമെല്ലാം അങ്ങ് പറയുമെന്ന് കരുതിയവർ വിഡ്ഢികളായി. ആകെയുള്ള കള്ളപ്പണത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ എന്നതിനാൽ വിദേശ കള്ളപ്പണം കണ്ടെത്താൻ എല്ലാവരും നോട്ടുകൾ നിരോധിക്കണമെന്ന അഭ്യർത്ഥന കൂടി അങ്ങ് നടത്താമായിരുന്നു. അസാധുവാക്കിയ നോട്ടുകളിൽ 97% ബാങ്കുകളിൽ തിരിച്ചെത്തിയതായി സാമ്പത്തിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 15.4 ലക്ഷം കോടി രൂപയ്ക്കുള്ള കറൻസി നോട്ടുകളാണ് അങ്ങ് അസാധുവാക്കിയത്. എന്നാൽ അസാധുവാക്കിയ നോട്ടുകളിൽ 97% ബാങ്കുകളിൽ മടങ്ങിയെത്തുമ്പോൾ അങ്ങ് നിശബ്ദനായിരിക്കുന്നതിൽ അർത്ഥമില്ല. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ നിന്റെയൊക്കെ നാവ് പുഴുത്തു പൊത്തയുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്. അതേസമയം വൻകിട കള്ളപ്പണക്കാർ ലഭ്യമായ എല്ലാ പഴുതുകളിലൂടെയും കൈവശമുള്ള കള്ളപ്പണം വെളുപ്പിക്കുകയാണ്. പണരഹിത സമ്പദ് വ്യവസ്ഥ നിലവിൽ വരുമെന്നാണ് കറൻസി നിരോധനത്തിന്റെ നേട്ടമായി അങ്ങ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ ക്യാഷ്ലെസ് ആകാൻ ഈ കടുങ്കൈ വേണമായിരുന്നു. മേരെ പ്യാരെ ദേശവാസിയും എന്ന് വിളിക്കുന്ന പ്രധാനമന്ത്രിക്ക് കാശില്ലാത്തതിനാൽ ഇപ്പോൾ ദേശവാസികളെല്ലാം ദരിദ്രവാസികളാണെന്ന് ഉറക്കപ്പറയാൻ കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് ഉണ്ടായിരിക്കുന്നു. ഇങ്ങ് തെക്ക് നിന്ന് പുതുപ്പള്ളിക്കാരൻ കുഞ്ഞുഞ്ഞു. മനുഷ്യ ശരീരത്തിൽ ഒരു പുതിയ അവയവം കൂടി ശരീരശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്രേ. മെസൻഡറി എന്നാണ് ഈ 79ാമത്തെ അവയവത്തിൻ്റെ പേര്. എന്ന് പറഞ്ഞ പോലെ കണ്ടാൽ മതി. ഇത്ര നാളും കോൺഗ്രസിൽ തന്നെയുള്ള നേതാവായിരുന്നു. പക്ഷേ കാര്യം പറയേണ്ട സമയത്ത് വാലും ചുരുട്ടി ലണ്ടനിൽ പോകുന്ന അമുൽ ബേബികളെക്കാൾ വളരെ മുന്നിലാണ് താനെന്ന് ഉമ്മൻചാണ്ടി തെളിയിച്ചിരിക്കുന്നു. ഒലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, ഉദിക്കാനാണ്. പ്രധാനമന്ത്രിയോട് കേന്ദ്ര ഗവൺമെന്റിനോട് 3 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ DLRU കമ്പനിയുമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ച് അവരുമായി സഹകരിച്ച് പ്രവർത്തിച്ച സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങളോട് വിശദീകരിക്കണം. പ്രധാനമന്ത്രി ഈ പ്രശ്നങ്ങളിലൊക്കെ ആരെയും വിശ്വാസത്തിലെടുക്കാതെ സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് അദ്ദേഹത്തെ ഈ പതനത്തിൽ എത്തിച്ചിരിക്കുന്നത്. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. സംഗതിയൊക്കെ കൊള്ളാം സാറേ. പ്രധാനമന്ത്രിക്കെതിരെ ഈ വലിയ ബോംബ് തൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിലെ ചെക്കന്മാരോ ഒന്നും തന്നെ പറയാതെ അങ്ങ് ഈ കൊച്ചു കേരളത്തിൽ അതും പ്രസ് ക്ലബിലിരുന്ന് ഈ താങ്ങുന്നത് എന്തിനാണ്? I said very categorically that he is not only a state leader, he is also a national leader. And I'm telling you, when Mr. Chandi has taken to the issue, it is approved by the center only. And there is no question of central state. He is one of the national leaders, strongest leader. നീ പാർലമെന്റ് മന്ദിരത്തിന്റെ കോറിഡോറിലൂടെ നടന്നു നീങ്ങുന്നത് വൈകാതെ എനിക്ക് കാണണം. ഏതായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഇമേജാണ് നിനക്കുണ്ടായിരിക്കുന്നത്. ഇലക്ഷനിൽ സീറ്റ് ഉറപ്പായി. ഒരു വെടിക്ക് 2 പക്ഷി. ആരുന്നയിക്കുന്നു എന്നുള്ളതല്ല, ഉന്നയിക്കുന്നത് ശരിയോ തെറ്റോ. കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിക്ക് വരെ മോദി സർക്കാർ വന്നതോടെ അംഗീകാരം കിട്ടിയത് എങ്ങനെയാണെന്ന് ഉമ്മൻചാണ്ടി ചോദിക്കുന്നു. In 2011, the then Finance Minister of State, Sri Namo Narayanan Meena, had stated in Rajya Sabha that the security clearance was denied to DLRU after they failed to comply to the specifications in the contract. I cannot afford that. I admit that. I cannot afford that. For example, ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്, അല്ലാതെ ഒരു സെൻട്രൽ
സിസ്റ്റം മാത്രമല്ല ഇവിടെ. അപ്പം നിശ്ചയമായും ഇത്രയും ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ച് മുഖ്യമന്ത്രിമാരുമായി ചർച്ച ചെയ്യാത്തത് വലിയ തെറ്റാണ്. ശരിക്കും അങ്ങയുടെ എതിരാളി പ്രധാനമന്ത്രി മാത്രമാണോ? ഈ കോതി ഒതുക്കാത്ത തലമുടിക്കുള്ളിൽ നിന്ന് എന്തൊക്കെ വരാനുണ്ട്? ഇന്നലെ വരെ അങ്ങയെ ഭുലഭ്യം പറഞ്ഞു നടന്ന കെ മുരളീധരൻ വരെ അങ്ങയുടെ കൂടെ നിൽക്കുന്നു. ശരിക്കും അങ്ങ് കോൺഗ്രസിൽ ആരാണ്? ഞാനും പാർട്ടിയുടെ ഒരു ചെറിയ ഭാഗമാണ്. നിങ്ങളാള് കൊള്ളാട്ടോ. നാട്ടുകാർ നാറുകൾ ഇത് വല്ല അറിയുന്നുണ്ടോ? തിരുവനന്തപുരത്ത് വെച്ച് നിങ്ങൾ പറഞ്ഞു ഞാൻ ജില്ലാ പ്രസിഡന്റ് ആണ്, ഇവിടെ വന്നപ്പോ പറഞ്ഞു ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ്. ഇനിയിപ്പോ നാളെ അമേരിക്ക പോകുമ്പോൾ നിങ്ങൾ എന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുമോ? അതാണ് ഖദറിന്റെ ഗുണം. സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ല.